പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോരുത്തരെയും അറിയിക്കുകയാണ്. എത്ര അത്ഭുതകരമായി കർത്താവ് ഓരോ ദിവസവും നമ്മളെ നടത്തുന്നു. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവ് തൻ്റെ വാക്കിലും തൻ്റെ വചനത്തിലും വിശ്വസ്തനാണ്. താൻ എന്തെങ്കിലും കർത്താവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും തരുന്ന കർത്താവാണ്. തൻ്റെ വാക്കിൽ വിശ്വസ്തനാണ്. നോക്ക്, ആ കർത്താവിൻ്റെ വചനം ഒരു വ്യക്തി അത് ഏറ്റെടുത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുക തന്നെ ചെയ്യും. ഏത് വലിയ പ്രതിസന്ധിയിലൂടെ പോയാലും കൊടുങ്കാറ്റിലൂടെ പോയാലും അതിൻ്റെ ഔട്ട്കം അത്ഭുതമായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവമക്കളെ സംബന്ധിച്ച് അവർ കടന്നു പോയെന്ന വിഷയം അവരെ ഒരു മിറക്കിളിലായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പ്ലീസ്, നമ്മളൊരു വിഷയം കാണുമ്പം അതൊരു വിഷയമാണെന്ന് പറയാതെ അതൊരു മിറക്കിളാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തിയാണ്. ഇതിൻ്റെ അകത്ത് കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളിക്ക് അകത്തും പ്ലീസ് ഒരു ദൈവപ്രവൃത്തി, അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി. സംതിങ് ഈസ് ഹിഡൻ. ഞാനിന്ന് ഇതിന് ഹെഡിങ് ഇട്ടിരിക്കുന്നത് തന്നെ ഹിഡൻ യെറ്റ് റിവീൽഡ്. നോക്ക്, മറഞ്ഞാണ് ഇരിക്കുന്നത്, എന്നാൽ വെളിപ്പെട്ടതാണ്. ഇനി വെളിപ്പെടാനൊന്നുമില്ല, എല്ലാം വെളിപ്പെട്ടതാണ്. കർത്താവ് ക്രൂശിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ സകലതും കർത്താവ് നിവർത്തിച്ചു. പ്രൈസ്, ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്. അത് എൻ്റെ നിങ്ങളുടെയും കയ്യിൽ കർത്താവ് അത് തന്നിരിക്കുകയാണ്. അവൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങളാണ് തന്നിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനത്തിൽ, ഞാൻ പലപ്പോഴും പറയും, ഒരു വാക്യം മതി ജീവിക്കാൻ. ഈ ലോകത്ത് ജീവിക്കാൻ, ജീവനോടെ ഇരിക്കാൻ ഒത്തിരി വാക്യങ്ങളൊന്നും വേണ്ട, ഒരു വാക്യം. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യകാലം മുതൽ ഏത് ഒരു വെല്ലുവിളി വരുമ്പോഴും ഞങ്ങൾ ജീവിക്കുന്ന ഒറ്റ വാക്യം വെച്ചാണ്, അവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആ വാക്ക് അങ്ങ് പിടിച്ചാൽ, കർത്താവ് പറയുന്ന ഒരു വാക്ക് അങ്ങ് പിടിച്ചാൽ, പ്രൈസ് നോക്ക്, അത് ജീവനാണ്. അതിൻ്റെ അകത്ത് എല്ലാം ഇരിപ്പുണ്ട്. സോ ലെറ്റ് us embrace the word of God. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോന്നും വിശ്വസിച്ച് മുന്നേറാം. ഒന്നിനും കുറവ് ജീവിതത്തിൽ വരത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. മുമ്പിൽ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥകളും കാണുന്നില്ലെങ്കിലും ആ കർത്താവിലേക്ക് നോക്കി നമ്മളെ വിളിച്ച ഒരു കർത്താവുണ്ട്. ഈ ലോകത്തിൽ എല്ലാവരും കൈവിടുമ്പോഴും കൈവിടാത്ത ഒരു കർത്താവ്, നമ്മളെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഒരു നല്ല പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ പ്രത്യാശയിൽ ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും നോക്കിയാൽ നമുക്കൊരു പ്രത്യാശയില്ല. നമ്മൾ സഹായിക്കുമെന്നും നമ്മളെ കൂടെ ഇരിക്കുമെന്നും ഒക്കെ പറഞ്ഞവർ കൈ വിട്ടു പോയേക്കാം. എന്നാലും കൈ വിടാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൽ നോക്കി പ്രത്യാശയോടെ നമ്മൾ എന്തെല്ലാം ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം കൂടെ ഇരിക്കാം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു നല്ല പിതാവ് നമുക്കുണ്ടെന്നുള്ള ആ ധൈര്യത്തിൽ, ആ ബോധ്യത്തിൽ ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നിനും നമ്മളെ സഹായിക്കാൻ സാധിക്കത്തില്ല. അതെ, ഇന്നലെയും ഒത്തിരി പേര് വിളിക്കുകയും യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ ഒത്തിരി പേര് അസമാധാനത്തിൽ രാത്രി ഉറങ്ങാൻ കഴിയാതെ അനേകർ എന്ത് സംഭവിക്കും, ഞങ്ങളുടെ എല്ലാം തകരും, ഞങ്ങളെല്ലാം ഉണ്ടാക്കി പക്ഷെ എല്ലാം തകർന്നു പോകും, ജോലി പോകും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതൊക്കെ ചിന്തയിലായിരുന്നു. ഇന്നലെ ഒത്തിരി പേര് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും വൈകിട്ടായപ്പോഴും ആർക്കും ഒരു സമാധാനമില്ലാത്ത ഒരു രാത്രിയായിരുന്നു. പക്ഷേ നേരം വെളുത്തപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തു. ദൈവമക്കളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്ന് പറയാം. യുദ്ധവും യുദ്ധശ്രുതിയൊക്കെ ഉണ്ടാകും, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. എന്നാലും കർത്താവിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ തകർന്നും പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. എന്തെല്ലാം ഭാരങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ പറഞ്ഞ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഒരിക്കലും
ആരെല്ലാം തള്ളിക്കളഞ്ഞാൽ, നമ്മൾ ആശ്രയിക്കുന്ന പലരും നമ്മളെ തള്ളിക്കളയും. ആ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത, സ്വന്തം മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ടെന്ന്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചാൽ ഒരിക്കലും ലജ്ജിച്ചും തളർന്നൊന്നും പോകത്തില്ല. ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരും. ഇതൊന്നും ഇല്ലാത്ത ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. എല്ലാത്തിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ അവിടെയും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്, ഒരു പുത്രൻ നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ, നമ്മൾ തകർന്നു പോകുന്നിടത്ത്, എല്ലാവരും ഉപേക്ഷിച്ച് കളയുന്നിടത്ത്, നമ്മളെ മനസ്സിലാക്കാത്തിടത്ത് ചേർത്ത് പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. സങ്കീർത്തനങ്ങൾ 118:17 പറയാം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമേൻ. വചനം ജീവനുള്ളതാ, വചനം ജീവിപ്പിക്കുന്നതാ. ആ വചനം പറഞ്ഞു വിടുമ്പോൾ എല്ലാ മരിച്ച അവസ്ഥകളും ജീവിക്കും, അത്ഭുതം നടക്കും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചിന്തനങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഇവിടെ പറയാം, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന്. ഇന്ന് രോഗികളാണോ? ഇന്ന് ഭാരത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോവുകയാണോ? ഇനി ജീവിക്കണ്ടെന്ന് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? പറയുക, ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമേൻ. ആ വചനം ഒന്ന് ഏറ്റു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കുറേ കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി, അവരുടെ മക്കളെ വളർത്തി, അതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്നത് ജീവനോടെ ഇരിക്കുന്ന കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ്. ആ കർത്താവിനോടുകൂടെ കർത്താവ് വരുമ്പോൾ കർത്താവിനോടുകൂടെ ചേരുവാനാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. മരണത്തിന്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാനും ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുണ്ട്. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതം മടുത്തപ്പോൾ, എന്തിനാ ജീവിക്കുന്നതെന്നുള്ള ചിന്ത ഹൃദയത്തിലോട്ട് വന്നപ്പോൾ, ആർക്കു വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം, ജീവിക്കുമ്പോൾ ആരും സ്നേഹിക്കാനില്ല, ആരും കരുതാനില്ല, ആരും ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് മരിക്കാൻ പോയതാണ്. പക്ഷേ കർത്താവ് അവിടെ ഇറങ്ങി വന്നു. ഇന്നെനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കാണ് എന്നെ ജീവനോടെ ഇരുത്തിയത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ വചനം വിളിച്ചു പറയാം, ഞാൻ ജീവനോടെ ഇരുന്ന്, ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന്, ഞാൻ സമാധാനത്തോടെ ഇരുന്ന്, ഞാൻ സന്തോഷത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വർണ്ണിക്കും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കിയെന്ന് വരാം. ഇന്നലെ എന്നോടൊരു സഹോദരി പറഞ്ഞു, അവരുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ അയൽവക്കംകാരും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം അവരെ കളിയാക്കുക. നാണയില്ലേ നിനക്കിത് പറഞ്ഞുകൊണ്ട് നടക്കാൻ? ഇല്ല, കർത്താവിൻ്റെ പ്രവൃത്തികളെ അന്ത്യത്തോളം, ജീവനുള്ള നാളുകളോളം. ഞാൻ പറഞ്ഞു, സൗരി അതൊന്നും നോക്കണ്ട, നിങ്ങളെ കർത്താവ് വിടുവിച്ചതാണോ, രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ചതാണോ, അത് വിളിച്ചു പറയുന്നത് കൊണ്ട് ഒരു ലജ്ജയുമില്ല. ആ കർത്താവിൻ്റെ നാമത്തെയാണ് വർണ്ണിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുക, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ നാമത്തെ വർണ്ണിക്കും, അത്ഭുതങ്ങളെ വർണ്ണിക്കും, ഞാൻ വർണ്ണിക്കും. പറയണം, നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കർത്താവിൻ്റെ വരവിനായിട്ട്, അതിൻ്റെ കൂടെ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം അത്ഭുതകരമായി കർത്താവ് ചെയ്യും. എല്ലാ പ്രശ്നത്തിൽ നിന്നും വിടുവിക്കും. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും. അസാധ്യമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമെന്നേ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നടന്നാൽ മതി. വാട്ട് എ ഗ്രേറ്റ് വേർഡ് അല്ലേ! എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. അവിടെ യുദ്ധവും യുദ്ധഭീഷണികളും ഒക്കെ ദാവീദ് നേരിടുന്ന സമയത്ത് താൻ വിളിച്ചു പറയുന്നത്, ഇല്ല, ഞാൻ തീർന്നു പോകും, ഇനിയും എൻ്റെ ജീവിതത്തിൽ രക്ഷയില്ല എന്നല്ല താൻ പറയുന്നത്. വേണമെങ്കിൽ പറയാം, അയ്യോ, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ പല രാജാക്കന്മാരെ ആശ്രയിച്ചു, അവരാരും എന്നെ സഹായിക്കാനില്ല. പക്ഷേ താൻ അവിടെ വിളിച്ചു പറയുകയാണ്, ഇല്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന്. ഇന്ന് കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തെ നോക്കി ധൈര്യത്തോടെ ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഈ സാഹചര്യം എന്നെ ഒരിക്കലും തകർക്കില്ല,
തകർക്കത്തില്ല. ഇതിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നോക്ക്, ദൈവവചനം പറയുന്നത് പോലെ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. പ്രൈസ്. നോക്ക്, എന്നെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചു എങ്കിൽ, ദൈവരാജ്യത്തിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ എല്ലാ നന്മകളും എൻ്റെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. പ്രൈസ്. എന്നാൽ അതിൻ്റെ കീ, അതിൻ്റെ താക്കോല് എൻ്റെയും നിങ്ങളുടെയും വാക്കുകളാണ്. വേണമെങ്കിൽ അവിടെ ദാവീദിന് പറയാം, എല്ലാം തീർന്നു പോയി, ഇനിയും രക്ഷയില്ല, ഇല്ല ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന്. അത് വേണം വിളിച്ചു പറയാൻ. എല്ലാം പ്രതികൂലമാകുമ്പോഴും, എല്ലാ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും. നമ്മൾ ദൈവവചനത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എടുക്കേണ്ട ഷിന, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു രക്തസ്രവക്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. നോക്ക്, അവിടെ സാഹചര്യങ്ങൾ മുഴുവൻ എതിരാണ്. എവരിത്തിങ് ഈസ് അഗൈൻസ്റ്റ്. അവിടെ മെഡിക്കൽ റിപ്പോർട്ട് എതിരാണ്, അവരുടെ ആരോഗ്യം എതിരാണ്, അവർക്ക് പൈസ ഇല്ല, എല്ലാ സാഹചര്യങ്ങളും എതിരാണ്. നോക്ക്, ആ സമയത്താണ് കർത്താവിൻ്റെ കുറിച്ചുള്ള വർത്തമാനം. അവൾ എന്നെ കേട്ടു എന്ന് എനിക്കറിയത്തില്ല. പ്ലീസ്, കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയെന്നും കുരുടൻ്റെ കണ്ണ് തുറന്നെന്നും ഒക്കെ ആയിരിക്കും അവൾ കേട്ടത്. കർത്താവ് യേശുവിനെ കുറിച്ചുള്ള വാർത്ത. പ്ലീസ് പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ചുള്ള വാർത്ത നമ്മളെ വിടുവിക്കത്തില്ല. നമുക്ക് സുവിശേഷം ചാനലുകളിലൊക്കെ ഉണ്ടല്ലേ, യേശുവിനെ കുറിച്ചുള്ള വാർത്ത അവൾ കേട്ടു. പക്ഷേ ഷീ റെസ്പോണ്ടഡ് ടു ഇറ്റ്. ഒരു കാര്യമുണ്ട്, അവൾ തീരുമാനിച്ചു, ഞാൻ പോകും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊടും. എത്ര വലിയ പുരുഷാരം വന്നാലും, എത്ര ജനക്കൂട്ടമുണ്ടെങ്കിലും, അതിൻ്റെ ഇടവഴിയാണെങ്കിലും എനിക്ക് അടുത്ത് എന്ന്, എനിക്ക് കർത്താവിനെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിപ്പിക്കണമെന്നൊന്നുമില്ല, എനിക്ക് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് താൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത്. ഇവിടെ ദാവീദ് പ്രൈസ്, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുമെന്ന് താൻ വിളിച്ചു പറയുകയാണ്. അത് എന്ത് ചെയ്യണം? അത് വിളിച്ച് പറയാൻ തുടങ്ങണം. ആ രക്തസ്രവക്കാരി സ്ത്രീ അവള് വിളിച്ച് പറയുകയാണ്. ഷീ ഈസ് സ്പീക്കിംഗ് ഔട്ട്. അത് വിളിച്ച് പറയുകയാണ്. തൻ്റെ വേണമെങ്കിൽ സാഹചര്യങ്ങൾ പറയാം, മെഡിക്കൽ റിപ്പോർട്ട്സ് എതിരാ. ഈ സാക്ഷ്യം മുഴുവൻ അവൾ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യേശു അവളോട് വസ്തുതയൊക്കെ ചോദിച്ചു, എന്നായിരുന്നു. അപ്പൊ അവള് പറയുന്ന വസ്തുതയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഞാൻ പോകും എന്ന് പറഞ്ഞ വാക്ക്. അവള് പോയി. ഇത് കേട്ടിട്ട് കാര്യമില്ല. പ്രൈസ്. നോക്ക്, ഞാൻ കേട്ടു, ഞാൻ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. വിൽ യു കം ടു ജീസസ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ. ചെന്നാലേ കിട്ടത്തുള്ളൂ. പ്രൈസ്. ചിലരോടൊക്കെ ഒരു മീറ്റിങ്ങിന് വരാൻ പറയുമ്പോഴത്തേക്ക് മീറ്റിംഗ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യേശുവിൻ്റെ നോക്ക്, മീറ്റിങ്ങിലോട്ടല്ല വിളിക്കുന്നത്. പ്രൈസ്. ഹോളി ഓഫ് ഹോളീസിലോട്ടാണ് വിളിക്കുന്നത്. യേശുവിൻ്റെ അടുത്തോട്ടാണ് വിളിക്കുന്നത്. രാജാതിരാജൻ്റെ അടുത്തോട്ടാണ് വിളിക്കുന്നത്. ആ കർത്താവിൻ്റെ അടുത്തോട്ട് ഒരു വ്യക്തി വന്നാൽ അവർ വന്നതുപോലെ ഒരിക്കലും തിരിച്ചു പോകത്തില്ല. പ്രൈസ്. കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ ജീവിതം മാറാൻ തുടങ്ങും. സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും, ആ കൊടുങ്കാറ്റ് എത്ര വലുതാണെങ്കിലും അതിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി നടക്കും. ഒരു കാറ്റും അടങ്ങാതെ ഇരുന്നിട്ടില്ല കേട്ടോ. ഒരു കൊടുങ്കാറ്റും നിലയ്ക്കാതെ ഇരുന്നിട്ടില്ല. അത് നിലയ്ക്കുക തന്നെ ചെയ്യും. ആ പ്രതിസന്ധി എത്രയാണെങ്കിലും കം ടു ജീസസ്. നോക്ക്, അവിടെ വാക്ക് വിളിച്ച് പറയുക. ഇന്ന് എനിക്ക് പറയാനുള്ളത് വാക്കിൻ്റെ ശക്തിയാണ്. വാക്ക് അസാധാരണമായ ശക്തി നിങ്ങളുടെ വാക്കിനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ ഓഫീസിൽ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ, നിങ്ങളുടെ സാമ്പത്തിക ഒന്നും ഇല്ലെന്ന് പറയുന്നതിൻ്റെ അകത്ത് എൻ്റെ കർത്താവ് എനിക്ക് ഉണ്ട് എന്നൊന്ന് പറഞ്ഞ്. പ്രൈസ്. എനിക്ക് ഫിനാൻഷ്യലി ഒന്നുമില്ല, എനിക്കൊരു വീടില്ല, ഇല്ല എനിക്ക് വീടുണ്ട്, എനിക്ക് നന്മ വരും, എനിക്ക് ആ വീട്, ഞങ്ങൾക്ക് വീടില്ലാതെ ഞങ്ങൾ എത്ര വർഷം വാടകയ്ക്ക് താമസിച്ചു? 20 വർഷം ഞങ്ങൾക്ക് വീട്, കോട്ടയത്ത് വീടുണ്ട്. പക്ഷേ ഞങ്ങൾ കോഴഞ്ചേരി വന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച കാര്യം പറഞ്ഞത്. 20 വർഷത്തോളം വാടകയ്ക്ക് താമസിച്ചു. വി നെവർ ഹാഡ് കംപ്ലയിൻറ്റ്സ്. ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് ഇല്ല. ഞങ്ങളെല്ലാം ഈ ചില സമയത്തൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, നമുക്കൊരു വീടായില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ സംസാരിക്കും. ആ സംസാരിക്കുമ്പോഴും പ്രൈസ് കർത്താവ് ഒരുക്കും. യഹോവ ഇരേ. അന്നാ എബ്രഹാം ആ മോറിയ മല കയറുമ്പം താൻ വിളിച്ചു പറഞ്ഞതുപോലെ യാഗവസ്തു എവിടെയാ അപ്പ എന്ന് ഇസ്ഹാക്ക് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്, യഹോവ ഇരേ. പ്ലീസ്. ഇല്ലാത്തതിനെ കുറിച്ച്
കരുതിക്കൊള്ളും. കർത്താവ് കരുതിക്കൊള്ളും, ഒരുക്കിയിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർ, ഐ ബിലീവ് ദാറ്റ് വേർഡ്. കൊരിന്ത്യർ ലേഖനം പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കഴിഞ്ഞത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിക്കാൻ പറ്റത്തില്ല. എന്നാൽ തൻ്റെ ആത്മാവിനാൽ അത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുക. ഐ നോ ഐ ഹാവ്. എനിക്കുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞതാണെന്ന് എനിക്കറിയാം. അത് തക്ക സമയമാകുമ്പോൾ ഈ ഹിഡൻ ആണ്, പക്ഷേ യെറ്റ് റിവീൽഡ്. എനിക്ക് എവിടെയാണ് റിവീൽ ചെയ്തത്? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ എനിക്കറിയാം. ഗോഡ് ഹാസ് റിവീൽഡ് ഇറ്റ് ടു മീ. പ്രൈസ്. അവർക്ക് വേണമെങ്കിൽ അവിടെ സാഹചര്യവും കംപ്ലൈൻറ്റും അല്ല, എനിക്ക് അവിടെ വരെ ഒന്നും പോകാൻ പറ്റത്തില്ല, എൻ്റെ നോക്ക് രക്തസ്രവം ഉള്ളവർ ഇറങ്ങരുതെന്നാണ് അന്നത്തെ നിയമം പറയുന്നത്. നോക്ക്, അവളൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ് അവൾ ഇറങ്ങിയത്. നോക്ക്, യഹൂദന്മാർ കണ്ട അവളെ കല്ലെറിഞ്ഞ് അവളെ കൊല്ലും. മനസ്സിലാക്കിയാൽ, അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷെ ആ സാഹചര്യം ഒന്നും കണക്ക് കൂട്ടാതെ, നിങ്ങളുടെ ഡോണ്ട് ടേക്ക് യുവർ സിറ്റുവേഷൻ ഇൻ ടു അക്കൗണ്ട്. ആ സാഹചര്യങ്ങളെ എന്ത് ചെയ്ത് കണക്കിടരുത്. അവൾ ആ സാഹചര്യത്തെ അവൾ കണക്കിട്ടില്ല. അവള് ഇറങ്ങി പുറപ്പെട്ടു, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, അവൾ സൗഖ്യമായി. പ്രിയപ്പെട്ടവരെ, നിന്റെ വാക്ക് പറയുന്ന, അവള് വാക്ക് പറഞ്ഞു, അവൾ വിളിച്ചു പറഞ്ഞു, കാണാൻ ആഗ്രഹിക്കുന്നത് വിളിച്ചു പറഞ്ഞു. പ്ലീസ്, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ശിഷ്യന്മാരോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് അനേക ഉപമകൾ അവരോട് പറഞ്ഞു. കർത്താവ് ഉപമകളാലാണ് പലപ്പോഴും കർത്താവ് അവരോട് സംസാരിച്ചത്. എന്നാൽ വളരെ ചുരുങ്ങിയ ചില ഉപമകൾ മാത്രമേ കർത്താവ് വിശദീകരിച്ചുള്ളൂ. അതിനെ കർത്താവ് പിന്നെയും ആ ഉപമയുടെ അർത്ഥം എന്നാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഒരു ഉപമ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. നോക്ക്, ഒരുവൻ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോയി. ഒരുവൻ വിതച്ചപ്പോൾ ചിലത് നോക്ക് പാറമേൽ വീണു, ചിലത് മുള്ളിന്റെ ഇടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. നോക്ക്, എന്നാൽ അതിനെക്കുറിച്ച് നല്ല നിലത്ത് വീണത് ഫലം കായ്ച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നോക്ക്, വീണ്ടും അതിന്റെ 10-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച ഷീന. തനിച്ചിരിക്കുമ്പോൾ, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ പിന്നെ ഈ കർത്താവ് പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോയ ആ വിത്തിന്റെ ഉപമ നിങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയില്ലേ? പിന്നെ മറ്റു ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. നോക്ക്, വിതയ്ക്കുന്നവൻ എന്താണ് വിതയ്ക്കുന്നത്? വചനം. വിതച്ചാൽ എന്നാ സംഭവിച്ചത്? വിതച്ചാൽ കൊയ്യും. ഈ വിതയ്ക്ക് ചില പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. ഒന്ന്, വിതച്ചാൽ കൊയ്യും. വിതച്ചതേ കൊയ്യും. വിതച്ച ക്വാണ്ടിറ്റിയിലായിരിക്കത്തില്ല കൊയ്യുന്നത്, അതിനേക്കാൾ അധികമായിട്ടായിരിക്കും കൊയ്ത്ത് വരുന്നത്. ഇവിടെ ദൈവവചനം ശ്രദ്ധിച്ചോണേ, വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. എന്താ വിതയ്ക്കുന്നത്? വചനം, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം. എന്ത് അപ്പൊ അവന് വിതച്ചാൽ എന്നാ കൊയ്ത്തുണ്ട് അല്ലെ, ഫ്രൂട്ടുണ്ട്. ഒരു സോയിങ്ങിന് ഒരു റീപ്പിംഗ് ഉണ്ട്. അപ്പം വിതയ്ക്കുന്നത്, നമ്മൾ വചനമൊക്കെ കേൾക്കുന്നുണ്ട്, അത്ഭുതം നടക്കുമെന്ന് കേൾക്കുന്നുണ്ട്, അത് വിശ്വാസമായിട്ട് നമ്മുടെ ഉള്ളിൽ പരിണമിക്കുന്നുണ്ട്. പക്ഷെ വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. അവർക്കൊക്കെ കൊള്ളാം, ചിലരൊക്കെ പറയുന്നത് കേൾക്കുന്നതാണ്, അവർക്കൊക്കെ കൊള്ളാം, അവർക്കൊക്കെ കിട്ടുമായിരിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടും. എന്താ പറയുന്നത്? ദാറ്റ് മാറ്റേഴ്സ് യുവർ റീപ്പിംഗ് കേട്ടോ. നിങ്ങളുടെ ഹാർവസ്റ്റ്, നിങ്ങളുടെ ഫലം നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ ദൈവവചനം പറയും, വിതയ്ക്കുന്നവൻ കോതമ്പ് വിതയ്ക്കുന്ന നല്ല എഴുതിയിരിക്കുന്നത്, വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. അപ്പൊ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. നല്ല വാക്കുകൾ വിളിച്ചു പറഞ്ഞാൽ നല്ലത് നമ്മുടെ ജീവിതത്തിൽ കാണും. ആകാത്ത വാക്കുകൾ, നമ്മൾ മീറ്റിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വാഗ്ദത്തമൊക്കെ എല്ലായിടത്തും യേശു ക്രിസ്തു മുഖാന്തരം എന്നെ ജയോത്സവമായി കടന്ന കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് എല്ലായിടത്തും എനിക്ക് ജയമുണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വിതയ്ക്കുന്നവൻ എന്താ വിതയ്ക്കുന്നത്? വചനം വിതയ്ക്കുന്നു. They speak the word of God. ആ ദൈവത്തിന്റെ വചനം ഇല്ല. പ്രതിസന്ധി ആയിരിക്കാം, നോക്ക്, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ മുഴുവൻ പ്രതിസന്ധികൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് ഒരിക്കലും
ഒരിക്കലും എങ്ങും പറഞ്ഞില്ല ഇത് ഹാർഡാണ്, ഈ കാറ്റ് ഒരു 3 മണിക്കൂറൂടെ നിൽക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്, അടങ്ങുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു പ്രതിസന്ധി കാണുമ്പോഴത്തേക്ക് കർത്താവ് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല പറഞ്ഞത്. കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞപ്പം കർത്താവ് കിടക്ക എടുത്ത് നടക്കുക. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, പക്ഷേ എല്ലാം തന്നെ വാക്കിനാലാണ് സൃഷ്ടിച്ചത്. ഇന്നും കർത്താവിൻ്റെ സിസ്റ്റം സെയിം ആണ്. പ്രൈസ് നോക്ക്, തൻ്റെ വാക്കുകൊണ്ടാണ് സകലതിനെയും ഉളവാക്കുന്നത്. തൻ്റെ ശക്തിയുള്ള വചനത്താലാണ് സകലതിനെയും കർത്താവ് ഉളവാക്കുന്നത്. ഇന്നൊരു ദൈവ പൈതൽ സംസാരിക്കുമ്പോൾ when you speak, it is God speaking through you. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, നിങ്ങളൊരു വാക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉള്ളിൽ സകലതും ദൈവം തന്നെ തിരുവുള്ളം തോന്നി നമ്മുടെ ഹൃദയങ്ങളിൽ തോന്നുമാറാക്കുന്നത്. കർത്താവാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത്. നോക്ക്, ആ വിശ്വാസത്തിന്റെ നായകൻ എവിടെ ഇരിക്കുക? എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുകയാണ്. യേശു സംസാരിക്കുന്നത് ഒരു വിഷയം കാണുമ്പോഴത്തേക്ക് അപ്പടി വിഷയമാണെന്ന് പറയാതെ ഇതൊരു അത്ഭുതത്തിന് വേണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു വഴി കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ചില നന്മകൾ കാണും, അല്ലേ? ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ നിങ്ങളും വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ അയ്യോ കഷ്ടം. നമ്മൾ അവിടെ പോയി നോക്ക്, കൂട്ടത്തിൽ വിളിച്ച് പറയാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ ആ പ്രതിസന്ധി ഫേസ് ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ, തനിയെ ഫേസ് ചെയ്യുമ്പോൾ, ആ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവിടുത്തെ എൻ്റെ സഹായം ആകാശവും ഭൂമിയും നിർമ്മിച്ച എൻ്റെ കർത്താവ്. നോക്ക്, അവിടെ കർത്താവിനെ ആശ്രയിക്കുകയാണ്, നമ്മുടെ ദൈവത്തെ ആശ്രയിക്കുക. ഹി ഈസ് ആക്സസിങ് ടു ഗോഡ്, ഹി ഈസ് ആക്സസിങ് ടു ദ ഓൾമൈറ്റി. ആ കർത്താവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. നോക്ക്, നമ്മുടെ കയ്യിൽ നിന്ന് സാഹചര്യം കർത്താവിൻ്റെ കയ്യിലോട്ട് അങ്ങ് പോവുക. നൗ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. നമ്മൾ പറയുന്ന പോലെ നൗ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. ദാവീദ് ആ ഒളിച്ചൊരു ഗുഹയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ പർവ്വതങ്ങളാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അന്നേരമാണ് തൻ്റെ മനസ്സിൽ വരുന്നത്, അല്ല പർവ്വതങ്ങളിലോട്ടല്ലല്ലോ ഉയർത്തണ്ടേ, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം വരുന്നത് എൻ്റെ കർത്താവിൽ നിന്ന്. കർത്താവിൽ ആശ്രയിച്ച് ഏത് വിഷയത്തിനാണ് ആവശ്യം വേണ്ടിയത് മാത്രമേ വിതയ്ക്കാവുള്ളൂ, ആവശ്യമില്ലാത്തത് വിതയ്ക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പം, പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക രംഗത്തിൽ പറയുമ്പോൾ, നമ്മുടെ ആരോഗ്യം ചിലപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും കടന്നു പോകുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം എതിരായിരിക്കും. ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ആ രക്തസ്രവക്കാരി സ്ത്രീ, അവിടെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം എതിരായിരുന്നു. ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാൻ. എവിടെയെങ്കിലും ഒക്കെ പോയാൽ എന്തേലും ഒരു ചെറിയ വ്യത്യാസം കാണണ്ടേ? അവിടെ എഴുതിയിരിക്കുകയാണ് ഒട്ടും ഭേദം വരാൻ. പക്ഷേ താൻ ആ റിപ്പോർട്ടിലോ യേശുവിൻ്റെ അടുത്ത്, യേശുവിനെ കുറിച്ച് കേട്ടു, പക്ഷേ യേശുവിൻ്റെ അടുത്ത് പോയാലും ഇത്ര സ്ഥലങ്ങളിലൊക്കെ പോയതല്ലേ, ഇനി യേശുവിൻ്റെ അടുത്ത് പോയാലും പ്രത്യേകിച്ച് പ്രയോജനം അങ്ങനെ അല്ല അവൾ പറഞ്ഞു. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ പറയിപ്പിക്കും. എന്നാൽ നിന്റെ വിശ്വാസം നിന്നെ അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കാൻ, നിന്റെ വിശ്വാസം നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സഹായിക്കും. കാണാൻ ആഗ്രഹിക്കുന്നത് വേണം പറയാൻ. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കും. നിങ്ങൾ വചനം വിതച്ചിട്ടുണ്ടോ? യു വിൽ ഡെഫിനറ്റ്ലി ഹാർവസ്റ്റ്. നോക്ക്, അതിൻ്റെ 15 മുതൽ ഒന്ന് വായിക്കാം. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുക. നമുക്ക് ചിലത് കേൾക്കും, കേട്ട് അന്നേരം നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ ആ വചനം പിശാച് വന്ന് എന്ത് ചെയ്യാണ്? ഹൃദയങ്ങളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവാം. അനുവദിക്കരുത്. ആ വചനം, ഇന്ന് കേട്ട വചനം, ഞായറാഴ്ച ദിവസമായിരിക്കാം, നമ്മൾ സഭായോഗങ്ങളിൽ പോകുമ്പോഴായിരിക്കാം, അവിടെ ആ കേൾക്കുന്ന വചനം ക്യാരി ദ വേർഡ് ഓഫ് ഗോഡ്, അത് കൊണ്ടുപോകണം. ഞാൻ ഈ ഞായറാഴ്ച ദിവസം ചിലപ്പോൾ ഞാൻ തന്നെ സംസാരിച്ച വചനമായിരിക്കും, മറ്റൊരു സഹോദരൻ സംസാരിച്ച വചനമായിരിക്കാം. അത് കേൾക്കുന്ന വചനം ഐ ക്യാരി ത്രൂ ഔട്ട് ദ വീക്ക്. ആ ആഴ്ച മുഴുവൻ എന്ത് ചെയ്യും? ആ വചനം ഐ വിൽ മെഡിറ്റേറ്റ്. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആ സംസാരിച്ച വാക്ക് ഐ വിൽ മെഡിറ്റേറ്റ് ഇറ്റ്. ഞാൻ അതിനെ എന്ത് ചെയ്യും? ധ്യാനിക്കാൻ തുടങ്ങും. നിശ്ചയമായിട്ടും ആ വചനം, കേട്ട വചനം അതിൻ്റെ ഫ്രൂട്ട് കൊണ്ടുവരുന്നതിനെ മോഷ്ടിക്കാൻ സമ്മതിക്കരുത്. അവർക്കൊക്കെ കൊള്ളാം, നമുക്ക് എന്നാ കാര്യം? അവർക്കൊക്കെ കിട്ടുമായിരിക്കും, നമുക്ക് കിട്ടത്തില്ലായിരിക്കും. നോക്ക്, അവർക്ക് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടും. അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. രക്തസ്രവക്കാരിയുടെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ നടന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കും. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം
യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് ദൈവവചനം പറഞ്ഞിട്ട് ഒരു വ്യത്യാസവും ഇല്ല. എന്നെ തൊട്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നെങ്കിൽ, എനിക്ക് രൂപാന്തരം തന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത്, ഒരു അത്ഭുതം കേൾക്കുമ്പം നിങ്ങൾ അതിനെ പിടിക്കണം. ഒരു ടെസ്റ്റ് മണി കേൾക്കുമ്പം നിങ്ങൾ അതിനെ പിടിക്കണം. സി ഐ എം ഗോയിങ് ടു സി. ഇന്നലെ ഷീന പറഞ്ഞ പോലെ പലരും വിളിച്ചു പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, ഇത് ഒരു ചർച്ചയിലോട്ട് പോകും, ഇതൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. നമ്മൾ വേണ്ടിയത് എന്ത് ചെയ്യണം? നമ്മൾ അയ്യോ അത് ഭയങ്കരമായി പോയി, അയ്യോ നിങ്ങളുടെ കാര്യം എന്നായി. ചിലർ ഒക്കെ ഇങ്ങനെയാ പറഞ്ഞത്, എന്നാ അവര് ഓഫീസിൽ അവർ 30% സാലറി കൊടുത്തു, ഇനി 4 മാസത്തേക്ക് നിങ്ങളെല്ലാം മേടിച്ചു വെച്ചോണം, 4 മാസത്തേക്ക് നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കും എന്നൊക്കെ നോക്ക. ലോകം പല പാറ്റേൺ എടുക്കും. പക്ഷേ ദൈവമക്കൾ എടുക്കേണ്ടത് വിശ്വാസത്തിന്റെ പാറ്റേണാണ്. അവിടെ വിളിച്ചു പറയാൻ തുടങ്ങണം, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ തലയിൽ ഒരു രോമം പോലും നിലത്ത് വീഴത്തില്ല. അതുകൊണ്ട് ഒരു സാഹചര്യത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവിനാണ് പൂർണ്ണാധികാരം. അത് വിളിച്ചു പറയാൻ തുടങ്ങി. ആക്ടിവേറ്റ് അവനാ നാവ് തന്നിരിക്കുന്നത്. നോക്ക്, അത് ഏറ്റവും ചെറിയ അവയവമാണെങ്കിലും നോക്ക്, ഈ നാവ് എന്ന് പറയുന്നത് ആ കപ്പലെ ഏറ്റവും ചെറിയൊരു ചുക്കാൻ വെച്ചാണ് അതിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ആ വണ്ണം തന്നെയാണ് നിങ്ങളുടെ നാവ്. അത് തിരിക്കാൻ നോക്ക ഏറ്റവും ചെറിയ അവയവമാണ്. പക്ഷേ അത് വെച്ച് വേണം നമുക്ക് ഡയറക്ഷൻ തിരിക്കണ്ടേ. നെഗറ്റീവ് ഡയറക്ഷനിലാണ് തിരിക്കുന്നെങ്കിൽ യു വിൽ സീ ദാറ്റ് നെഗറ്റിവിറ്റി ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നേരെ മറിച്ച് വേണ്ടിയത് വിളിച്ചു പറയാൻ തുടങ്ങുന്നത്, വിശ്വസിക്കുന്നത് വിളിച്ചു പറയാൻ തുടങ്ങുന്നത്. നോക്ക്, അതാണ് വചനം വിതയ്ക്കുന്നത്. വചനം വിതയ്ക്കുന്നവരാണോ, വേർഡാണോ വിതയ്ക്കുന്നത്, ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. നോക്ക്, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എന്ത് ചെയ്യും? മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പിശാച് ശ്രമിക്കും, അനുവദിക്കരുത്. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലായാൽ ക്ഷണിയന്മാരാണ്. നോക്ക്, ചിലരെല്ലാം എന്ത് ചെയ്യും? അത് കേൾക്കുമ്പോൾ ഭയങ്കര നമ്മള് തുള്ളിച്ചാടുവല്ലേ. ചില വചനമൊക്കെ കേൾക്കുമ്പം തുള്ളിച്ചാടും. അത് സന്തോഷത്തോടെയാണ് അത് കേൾക്കുന്നത്. പക്ഷെ എന്തില്ല? വേരില്ല. If we are rooted in Christ, we will get fruited. നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നിയാൽ നിശ്ചയമായിട്ടും ഞാൻ പറയാം, ഫലം കായ്ക്കുക തന്നെ ചെയ്യും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇല്ല, ഐ ബിലീവ്. എന്തൊക്കെ സാഹചര്യമായിക്കോട്ടെ, അതെന്തൊക്കെ ഹാർഡായിക്കോട്ടെ, എത്ര അത് മുറുകിയാലും കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കത്തു. അത് വേണം പറയാൻ. അടുത്ത വാക്യം, വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിധിക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു മോഹങ്ങളും അടുത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമായി തീർക്കുന്നതാകുന്നു. നല്ല മണ്ണിൽ വിധിക്കപ്പെട്ടോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ, വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ 30, 60 they will get fruited. അതിനെ റിസീവ് ചെയ്യുന്നവർ, അതിനെ വിളിച്ചു പറയുന്നവർ, അതിനെ ക്യാരി ചെയ്യുന്നവർ. എന്ത് വചനം എന്ന് പറയുന്ന വിത്ത്, അത് സൂക്ഷിക്കണം. പ്രൈസ്. അത് നമ്മൾ ഞങ്ങൾക്കൊക്കെ പണ്ട് കണ്ടത്തിൽ കൃഷിയുണ്ടായിരുന്നു. അപ്പോൾ കൃഷി ഉണ്ടപ്പം ആ വിതയ്ക്കുന്ന സമയം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ വിതയ്ക്കുന്നതിന് മുമ്പേ എല്ലാം ഒരുക്കും. അതിൻ്റെ അകത്ത് കളയും ചപ്പും വേണ്ടാത്തതെല്ലാം ആ നിലം എന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റായിട്ട് നോക്ക അന്ന് ഈ പൂട്ടും, ഈ നിലം ഉഴുത് അതിനകത്ത് വേണ്ടാത്തതെല്ലാം എന്ത് ചെയ്യും? ചപ്പും ഒക്കെ എടുത്തു മാറ്റും. എന്നിട്ട് വിതയ്ക്കാൻ തുടങ്ങും. വിതച്ച് കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചെയ്യുന്ന കാര്യം, ഈ പണ്ട് ഈ പാട്ടയൊക്കെ ഇല്ലേ, ടിന്നൊക്കെ കെട്ടും. എന്നിട്ട് അതിൻ്റെ അടുത്ത ഒരു കല്ല് കെട്ടി തൂക്കും. എന്നിട്ട് വലിക്കാൻ തുടങ്ങും. അന്നേരം ഈ കിളികളൊന്നും വന്ന് ഇത് കൊത്തിക്കൊണ്ട് പോകാതെ, ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ വചനം മോഷ്ടിക്കപ്പെടും അല്ലേ എന്ന് പറഞ്ഞതുപോലെ, ഈ വിത്ത് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ കിളുക്കുന്നിടം വരെ ഇതിനെ നോക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് കിളിയൊക്കെ വരുമ്പോഴത്തേക്ക്, പറവകളൊക്കെ വരുമ്പോൾ ഇതിനെ അടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഓർക്കും, അച്ചായനൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇതിൻ്റെ അകത്തൂടെ എല്ലാം ഇറങ്ങി നടക്കും. ഇത് മുഴുവൻ
നോക്കും, വളരെ ശ്രദ്ധയോടെ നോക്കും. അതുപോലെ തന്നെ നിങ്ങൾ കേട്ട വചനം എന്ത് ചെയ്യണം? ആ മറിയ ഹൃദയത്തിൽ ആ ദൂതനിൽ നിന്ന് കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. ഇല്ല, ഞാൻ വേറെ പല കാര്യങ്ങൾ കാണുന്നു. ഇടയ്ക്ക് ഒരു ആ ഭാഗത്ത് കള കയറിയിട്ടുണ്ട്, ആ ഭാഗത്ത് ചാഴിയുണ്ട്, ഒന്ന് മരുന്നടിക്കാറായി, നോക്ക് അവിടെ ഒരു നിറവ്യത്യാസം കാണുന്നുണ്ട്, ഇപ്പോൾ ഒരു വളം കൊടുക്കാറായി. അപ്പൊ വളം കൊടുക്കാറായെന്ന് പറയുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് പ്ലീസ് ഗോ ഡീപ്പ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലോട്ട്, വചനം എന്നാ പറയുന്നത് അതിലോട്ടൊന്ന് പൊയ്ക്കേ. അവിടെ എനിക്കും വേണം നറിഷ്മെന്റ്, എനിക്കും വേണം ആഹാരം. എൻ്റെ ആഹാരം ദൈവവചനമാണ്. നോക്ക്, ബലഹീനമാകുന്ന സമയം വരും, ചില സമയം വിഷയങ്ങൾ വരും, നേരിടേണ്ടത് ചിലത് വരും. അവിടെ ഞാൻ വചനം കേട്ട് അത് ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങും. അപ്പോൾ ആ ഹാർവസ്റ്റ് വരെ അതിന് വെള്ളം കയറ്റേണ്ട സമയമുണ്ട്, വെള്ളം അഴിച്ചു വിടേണ്ട സമയമുണ്ട്. ആ ഹാർവസ്റ്റ് വരെ എന്ത് ചെയ്യും? അതിനെ വളരെ സൂക്ഷിക്കും. അങ്ങനെ വരുമ്പോൾ 100ഉം 60ഉം മേനിയായി അത് കൊയ്യുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്താ വിതയ്ക്കുന്നതെന്ന് സൂക്ഷിച്ചോണം. നിങ്ങൾ വിതയ്ക്കുന്നതേ നിങ്ങൾ കൊയ്യത്തുള്ളൂ. എന്ത് വിതച്ചാലും പ്രൈസ് നോക്കിയാൽ വചനം അങ്ങോട്ട് വിതച്ചു നോക്കിയേ. നല്ലത് മാത്രം ജീവിതത്തിൽ പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ നല്ലത് പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നല്ലത് പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത്, നിങ്ങളുടെ ആരോഗ്യ രംഗത്ത് എനിക്കങ്ങ് മേല ഈ വാക്കൊന്നും നിർത്തി. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. മേലാന്ന് പറയുമ്പോൾ അടുത്ത പിന്നെ കാല് നീട്ടി ഇരിക്കാനാണ് ഇഷ്ടം, അടുത്ത പിന്നെ ചാരി കിടക്കാനാണ്. എനിക്ക് തീരെ മേല, എൻ്റെ മുട്ടിന് രണ്ടും ഭയങ്കരമായ വേദനയാണ്. ഇല്ല, നീ ഓടാൻ തുടങ്ങിക്കേ, നീ വേദനയിലോട്ട് നിന്ന് നിന്റെ നോട്ടം മാറും. വേദന ഉണ്ടായിരിക്കുമെന്നേ, പക്ഷെ നീ ഓടാൻ തുടങ്ങുമ്പം നിന്റെ വേദന മാറും. വേദനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നൊരു സുഖം തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ കട്ടിലേ കയറി കിടക്കാൻ അന്നേരം നമ്മുടെ ശരീരം റെഡിയാണ്. നേരെ മറിച്ച് ഒരു സുഖവും തോന്നുന്നില്ലായിരിക്കും. ഇന്ന് ചിലതൊക്കെ ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ, ഇന്ന് ചിലതൊക്കെ ഒന്ന് പോയിട്ടേ ഉള്ളൂ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞ വഴി വരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നു, ശ്രദ്ധിക്കാം. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കും. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. എന്ത് സംസാരിക്കണം? നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമേ കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നത് തന്നെ ഈ വിഷയത്തിൽ ഞാൻ തകരത്തില്ല, ഈ വിഷയത്തിൽ എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഈ വിഷയം എന്നെ ഒന്നും ചെയ്യത്തില്ല. ഈ പ്രതിസന്ധി അത് വന്നനെ പോലെ വഴിപോക്കനെ പോലെ അവൻ വഴിപോക്കനെ പോലെ എന്ത് ചെയ്യും? അവൻ പോകും. ഞങ്ങൾ വിശ്വസിച്ചു, അത് ഞങ്ങൾ സംസാരിച്ചു. എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവും ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കും. വിശ്വസിക്കുന്ന അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു, അത് സംസാരിക്കും. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. യു ആർ സോയിങ് ദ വേർഡ്. ഇഫ് യു ആർ സോയിങ് ഗുഡ് വേർഡ്സ്, പോസിറ്റീവ് വേർഡ്സ്, നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അവിടെ പോയി ഭയങ്കര വചനമെല്ലാം കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കര അതിന് നേരെ വിപരീതമായി പറയില്ല. പലതും കാണുന്നില്ലാത്തത് അതുകൊണ്ട്. അവിടെ പോയപ്പോൾ ഭയങ്കര ചാട്ടമായിരുന്നു, ഭയങ്കര ആ ചാട്ടം അവിടെ എല്ലാവരും ഇല്ലാത്തപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്. സഭയ്ക്കകത്ത് ചാടാൻ ഭയങ്കര എളുപ്പമാണ്. നിന്റെ പ്രതിസന്ധിക്കകത്ത് നീ ചാടിക്കേ. അവിടെ പറഞ്ഞ ഇല്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ മരിക്കയില്ല. ആ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ വൻ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ ഇതിന്റെ സാക്ഷ്യം പറയും. ഞാൻ നാളെ ഇതിന്റെ സാക്ഷ്യം പറയും. ഈ പ്രതിസന്ധി ഒരിക്കലും എന്നെ തകർക്കത്തില്ല. ഐ വിൽ ടെസ്റ്റിഫൈ. നിങ്ങൾ വിതച്ചോ, നിങ്ങൾ നിശ്ചയമായിട്ടും കൊയ്യും. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ വേണ്ടാത്ത വിതയ്ക്ക്. ഇന്ന് വേണ്ടാത്ത ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് അടച്ചു വെച്ചോണം. ആ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചോണം. ഇല്ല, ഇതിന്റെ ഈ പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതിന് വിരോധമായി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തില്ല. തൻ്റെ വാക്കിൽ താൻ വിശ്വസനാണ്. പറഞ്ഞിട്ടുണ്ടോ, ചെയ്യാൻ ശക്തനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോടൊന്ന് പറയണം, കർത്താവെ എനിക്ക് അധികം കൃപ തരണം. പരിശുദ്ധാത്മാവാം ദൈവമാണ്. പ്ലീസ്, ഹി റിവീൽസ് എവറിത്തിങ് ഫോർ മീ. എൻ്റെ ഉള്ളിൽ സകലതും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മുഴുവൻ എൻ്റെ ഉള്ളിൽ കർത്താവ് വെളിപ്പെടും.
അപ്പൊ അത് വേണം വിളിച്ചു പറയാൻ. സാഹചര്യങ്ങളൊന്നും വിളിച്ചു പറയരുത്, പ്രതികൂലങ്ങളല്ല വിളിച്ചു പറയാൻ, പ്രശ്നങ്ങളല്ല വിളിച്ചു പറയാൻ. പ്രശ്നങ്ങൾ പറയരുതെന്നേ, പ്രശ്നങ്ങളല്ല പറയണ്ടേ. പ്രശ്നങ്ങളെ ഒരു അത്ഭുതമാക്കി നിങ്ങൾ പറഞ്ഞ് നോക്ക്. ആ വിഷയത്തിന്റെ അത്ഭുതം ഇന്ന് പകൽ ഞാൻ കാണും. ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും. എൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വർഗം എനിക്ക് വേണ്ടി തുറക്കും. നോക്ക്, ഞാൻ പേഴ്സ് തുറക്കുമ്പോൾ പൈസ എന്നെ കർത്താവ് നോട്ട് ഇരട്ടിപ്പുകാരനാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. നോട്ട് ഇരട്ടിക്കണമെങ്കിലും ഇരട്ടിക്കും. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനകത്ത്. ചില സമയത്ത് ഇതെവിടെ ഈ പൈസ ഇതിനകത്തുണ്ടായിരുന്നു, അങ്ങനെ അത്ഭുതം ചെയ്തിട്ടുണ്ട് കർത്താവ്. ഞാൻ പറഞ്ഞത് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ശക്തി വ്യാപരിക്കും. പക്ഷേ എൻ്റെ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അപകടം. നാവ് ഒരു തീ തന്നെ. ദൈവവചനം പറയാം, ഫയറാ. നാവ് ഒരു തീ തന്നെ. അതുകൊണ്ട് അതിനെ വെള്ളത്തിൽ ഇട്ടിരിക്കും. സ്തോത്രം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, എനിക്ക് കൃപ വേണം, എന്നെ സഹായിക്കണം, എൻ്റെ വാക്കുകൾ സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണം. വേണ്ടാത്ത ഇത് നമ്മുടെ വരത്തില്ലേ, ചിന്ത വരും. പക്ഷെ വേണ്ടാത്ത വരുമ്പോൾ അന്നേരം എന്ത് ചെയ്യണം? അതിനെ മിഴുങ്ങി അങ്ങ് കളഞ്ഞേക്കണം. അത് പുറത്തോട്ട് പറയുന്ന അത്ഭുതമായിരിക്കും, പുറത്തോട്ട് പറയുന്ന ആ സാക്ഷ്യമായിരിക്കും. ഇല്ല, ഇന്ന് പകൽ കാണും. അത് വേണം പറയാൻ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കേട്ട വചനത്തിന് മുമ്പ് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വായിൽ നിന്ന് വചനം വിതയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നല്ലത് മാത്രം ഞങ്ങളുടെ നാവിൽ നിന്നും വരട്ടെ. പരിശുദ്ധാത്മാവെ, ഓരോ മക്കളെയും സഹായിക്കണമേ. ഹല്ലേലൂയ. ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും മാറട്ടെ. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. രോഗികൾ ഇന്ന് സൗഖ്യമാകട്ടെ. വചനം പറഞ്ഞ് യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ടെന്നുള്ള വചനം പറഞ്ഞ് ഓരോരുത്തരും അവനവൻ്റെ രോഗത്തിൽ നിന്നും വെളിയിൽ വരട്ടെ, ഭാരത്തിൽ നിന്നും വെളിയിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. വചനം ജീവനുള്ളതാ, അത് ജീവിപ്പിക്കുന്ന ആത്മാവാ. അത് പറഞ്ഞു വിടുമ്പോൾ എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൈവേലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികത്തിൽ വലിയൊരു ഉയർച്ച യേശുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളുടെ മേലും പ്രവചിച്ചു വിടുന്ന കർത്താവേ, നിന്റെ കരം കൂടെ ഇരിക്കണം. അപ്പ കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലും നെഗറ്റിവിറ്റി ഞങ്ങളുടെ ഉള്ളിൽ വരുന്നെങ്കിൽ, എവിടെയെങ്കിലും വേണ്ടാത്ത ചിന്തകൾ, പരാജയത്തിന്റെ വാക്കുകൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ വാക്കുകളെ അവിടുന്ന് മാറ്റണമേ. അവിടുന്ന് ജയത്തിന്റെ വാക്കുകളാക്കി അതിനെ തീർക്കുന്നതിനായി സ്തോത്രം. സാധ്യതയുടെ വാക്കുകളാക്കണമേ, സൃഷ്ടിപ്പിന്റെ വാക്കുകളാക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ കരം നീട്ടണമേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ എല്ലാ നിറവും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവരെ സഹായിക്കണം. ഒരാളായിട്ട് ഹോളി സ്പിരിറ്റ് അവരുടെ കൂടെ നിൽക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രതിസന്ധികളെ മറികടക്കാൻ അവർക്ക് ബലം കൊടുക്കുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, അത്ഭുതമാക്കണമേ. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലെസ്ഡ് ആകട്ടെ. എല്ലാ നിറവിനോളം ക്രിസ്തുവിൽ നിറയട്ടെ. അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹിഡൻ ബട്ട് റിവീൽഡ്. റിവീലിംഗ് വായിന്നാവരുത് കേട്ടോ. എന്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ കേട്ടിട്ട് പോയി ആവശ്യമില്ലാത്ത നെഗറ്റീവ് പറയുന്നു. വിതയ്ക്കുന്നവൻ യേശു പറഞ്ഞതാണ്. യേശു ഈ ഉപമ അവർക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞതാണ്. വിതയ്ക്കുന്നവൻ വചനമാണ് വിതയ്ക്കുന്നത്. അതുകൊണ്ട് എന്ത് വിതയ്ക്കുന്നു എന്നുള്ളത് ഏറ്റവും നമ്മൾ സൂക്ഷിക്കണം. ടേക്ക് കൺട്രോൾ ഓവർ യുവർ മൗത്ത്. ആ വാ കൊണ്ട് അതരാണ്, അതരം കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ലിപ്സിൻ്റെ
നാവിൻ്റെ ചലനം മാത്രമല്ല, ലിപ്സിൻ്റെ ചലനമാണ്. അപ്പം ആവശ്യമില്ലാത്ത മിഴിക്കണം, വേണ്ടിയത് പറയണം. നമ്മളെ സൃഷ്ടിക്കാൻ നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം, കർത്താവ് എല്ലാം സൃഷ്ടിപ്പിൻ്റെ വാക്കുകളാണ് കർത്താവ് പറയുന്നത്. ഒരിക്കലും കർത്താവ് നീ തകർന്നു പോകുമെന്നോ നീ നശിച്ചു പോകുമെന്നോ ഉള്ള വാക്കുകളൊന്നും കർത്താവ് പറഞ്ഞില്ല. പ്രൈസ് ഇല്ല, ഇതിൻ്റെ അകത്ത് സാധ്യതയുണ്ട്, നീ കിടക്കെടുത്ത് നടന്നു, നോക്ക്, കാഴ്ച പ്രാപിക്കുക, അങ്ങനെയുള്ള വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് അതേ പാറ്റേൺ ആണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എൻ്റെ കർത്താവ് പ്രതീക്ഷിക്കുന്നു. സോ കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്ക് തുരങ്കം വെക്കരുത്. കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ പട്ടണത്തിൽ നിങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കർത്താവിൻ്റെ പ്രതീക്ഷ. ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു വീട്ടിൽ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കും. അവർക്ക് ധൈര്യം കൊടുക്കാനും അവരെ ബലപ്പെടുത്താനും നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുമെന്നാണ് സ്വർഗത്തിൻ്റെ പ്രതീക്ഷ. അയ്യോ അവിടെ പോയി നിന്ന് അയ്യോ കഷ്ടമായി പോയി എന്ന് പറയാനല്ല, അത്ഭുതം നടക്കും, ഇതിൻ്റെ അകത്ത് വഴി തുറക്കും, ഇതിൻ്റെ അകത്ത് ദൈവപ്രവർത്തി കാണും. അത് വേണം ദൈവമക്കൾ വിളിച്ചു പറയാൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് ടു മെനി പീപ്പിൾ. അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു.